നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കൂടെ വരാൻ. അത് കേട്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഈ ഋതുവിലൊന്ന് മോഹിച്ചെങ്കിൽ എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കും. അതെന്റെ ഒരു ശീലമാ. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നോട് പറഞ്ഞു. അനു പേടിയോടെ ഉമിനീരിറക്കി. അവിടെ വെച്ച് നീ എൻ്റെ കൂടെ വന്നിരുന്നുവെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു 5 പേര് കൂടുതലുണ്ട്. ഋതുൽ പുറകിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടുന്ന് 5 ആളുകൾ കൂടെ വന്നു. എല്ലാം കൊണ്ടും അനുവിൽ പേടി കൂടി. ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലത്തേക്കാണ് അനുവിനെ അവർ കൊണ്ടുപോയത്. പെട്ടെന്ന് ചാച്ചനും ഹരിയുമുള്ള ജീപ്പ് ആ ഗോഡൗണിലേക്ക് ചീറിപ്പാഞ്ഞു വന്നു. അവരെല്ലാം ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ആ ജീപ്പ് അവിടെ കിടന്ന് 2 കറക്കവും കറങ്ങി. അവരുടെ മുന്നിൽ വന്ന് നിന്നു. എല്ലാവരും ജീപ്പിലേക്ക് നോക്കി. ആദ്യം ചാച്ചൻ ഇറങ്ങി. അയാളെ കണ്ടതും ഋതുൽ പുച്ഛത്തോടെ ചിരിച്ചു. മുന്നിൽ നിന്ന് അവനും ഇറങ്ങി. ആരാ എന്റെ ചാച്ചനെ തല്ലിയത്? ദേഷ്യത്തോടെ അവൻ അലറിയതും അവന്റെ സ്വരം അവിടെയെല്ലാം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ഞാനാ നിന്റെ ചാച്ചനെ തല്ലിയത്. ചോദിക്കാൻ നീ ആരാ? വേണേൽ ഇനിയും തല്ലും, കാണണോ? ഋതുൽ പുച്ഛത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും അവന്റെ ചവിട്ടുകൊണ്ട് ഋതുൽ തെറിച്ചു വീണിരുന്നു. ഋതുൽ അവനെ ദേഷ്യത്തോടെ നോക്കി. നോക്കി നിൽക്കാതെ തല്ലിക്കൊല്ലണ പന്ന മോനെ. ഋതുൽ അലറിയതും അവിടെ നിന്ന് ഒരുത്തൻ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ ഓടിച്ചെന്നവന്റെ കവിളൊന്ന് കൊടുത്തു. കൈ പിടിച്ച് തിരിച്ചു. മുട്ടുകാൽ കൊണ്ട് അവന്റെ മുട്ടിന്റെ പുറകിൽ കുത്തി ഋതുവിന്റെ കൂട്ടരിലെ ഒരുവൻ വേദന കൊണ്ട് നിലത്ത് കിടന്നു പിടഞ്ഞു. അത് കഴിഞ്ഞ് 2 പേർ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. 2 പേരും അവനെ ലോക്കാക്കി നിർത്തി. അവൻ അവന്റെ എല്ലാ ശക്തിയും ആവാഹിച്ച് ഒരുത്തന്റെ തലയിലേക്ക് അവന്റെ തല കൊണ്ടടിച്ചു. അവൻ വേദന കൊണ്ട് തലയിൽ കൈവച്ച് നിലത്തേക്കിരുന്നു. മറ്റവൻ അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് വലിയിൽ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി പൊട്ടി ഓരോ ഭാഗത്തേക്ക് തെറിച്ചു. ഋതുവിന്റെ കൂട്ടാളികളിൽ ഒരാളുടെ നോട്ടം നഗ്നമായി അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞു. അവിടെ ടാറ്റു ചെയ്തിരിക്കുന്ന പരുന്തിന്റെ ചിഹ്നം കണ്ട് അയാളുടെ കണ്ണിൽ നിമിഷനേരം കൊണ്ട് ഭയം വന്നു കൂടി. ചെന്നിയിൽ നിന്ന് വിയർപ്പ് ചാലിട്ടൊഴുകി. ഭീഷ്മ, അയാൾ പേടിയോടെ പറഞ്ഞു. ആ പേര് കേട്ടതും അവനെ പിടിച്ചുകൊണ്ടിരുന്നവന്റെ കൈ താനെ അഴിഞ്ഞു. പേടിയോടെ 2 അടി പുറകിലേക്ക് വെച്ചു. എല്ലാവരും ഭയന്നു പോയിരുന്നു ആ പേര് കേട്ട്. ഋതുലിന്റെ കൂട്ടുകാരന്മാരെല്ലാം പേടിയോടെ ഓരോ ഭാഗത്തായി ഓടി രക്ഷപ്പെട്ടു. ഋതുൽ എന്താ നടക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു. അതേ നിമിഷം ഒരു കത്തി വന്ന് അവന്റെ കഴുത്തിലൂടെ തുളഞ്ഞു കയറി. അവൻ ദേഷ്യത്തോടെ കത്തി ഊരിയെടുത്ത് വീണ്ടും കഴുത്തിലേക്ക് കുത്തിയിറക്കി. അത് കണ്ട് അവന് പേടികൊണ്ട് അലറി. ചാച്ചനും ഹരിയും തറഞ്ഞു നിന്നു. എന്റെ ചാച്ചനെ തൊട്ട ഏതവനും മരണമാണ് ഞാൻ എഴുതുന്ന വിധി. അവൻ ഋതുലിന്റെ കഴുത്തിൽ നിന്ന് കത്തി ഊരിയെടുത്ത് പറഞ്ഞു. ആരെയും നോക്കാതെ ജീപ്പിൽ കയറിയിരുന്നു. അനു എല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമായിരുന്നു. അവൾ ഹരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു നേരം 2 പേരും അങ്ങനെ നിന്നു. പിന്നെ വിട്ടുമാറി ചാച്ചനെ നോക്കി. ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ. അങ്കിൾ ഇല്ലെങ്കിൽ എൻ്റെ ചേച്ചി, ഹരി കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയണ്ട, എനിക്കൊരു മകളുള്ളതാ, അയാൾ പറഞ്ഞു. അപ്പോഴാണ് അനുവിനെ അയാൾ ശരിക്ക് കണ്ടത്. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അയാൾ അനുവിനെ നോക്കി. മോളുടെ പേര് രുദ്ര എന്നാണോ? ചാച്ചന്റെ ചോദ്യത്തിൽ അനുവിന്റെ കണ്ണിലെ ഞെട്ടൽ അയാൾ കണ്ടിരുന്നു. ഞാൻ അനുപമ, അനു വിക്കലോടെ പറഞ്ഞു. മോളുടെ കണ്ണ് കണ്ടാൽ അറിയാം മോള് പറയുന്ന പച്ച കള്ളമാണെന്ന്. എന്തിനാ ഇങ്ങനെ ഒരാൾ മാറാട്ടം? ചാച്ച ചോദിച്ചു. അനു തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഹരിയും ഞെട്ടിക്കൊണ്ട് അനുവിനെ നോക്കി. പറ മോളെ, എങ്ങനെയാ രുദ്ര അനു ആയത്? ചാച്ച കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറയാം, അവൾ കണ്ണീരോടെ പറഞ്ഞു. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ നിൽക്കുന്നത് ഇനി സേഫ് അല്ല, നിങ്ങൾ ജീപ്പിൽ കയറിയിരിക്കുക. ചാച്ചൻ പറഞ്ഞതും അവർ ജീപ്പിൽ കയറിയിരുന്നു. അനു ഹരിയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. എല്ലാവരും കയറിയതും അവർ ജീപ്പ് എടുത്തു. നല്ല സ്പീഡിലാണ് അവൻ ജീപ്പ് ഓടിച്ചത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് ഒരു വലിയ വീടിന്റെ മുന്നിൽ ജീപ്പ് ചെന്ന് നിന്നു. അവരെ അവിടെ ഇറക്കി അവർ അപ്പോൾ തന്നെ ജീപ്പ് തിരിച്ച് അവിടെ നിന്ന് പോയി. അനു ചാച്ചനെയും ആ വീടും മാറി മാറി നോക്കി. എൻ്റെ വീടാ, നിങ്ങൾ വാ, എൻ്റെ ഭാര്യയുണ്ട് അകത്ത്, ചാച്ച പറഞ്ഞു. അനു അയാളെ നോക്കി അയാളുടെ പുറകെ വീട്ടിൽ കയറി. ഒപ്പം ഹരിയും. അനുവും ഹരിയും അകത്ത് സോഫയിലിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീ അനുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ ഉദ്ദേശിച്ച ആള് തന്നെ, ചാച്ച പറഞ്ഞു. ആ സ്ത്രീ രുദ്രയെ നോക്കി നിന്നു. മോൾ പറ, എന്താ ഉണ്ടായത്? എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? രുദ്ര എങ്ങനെ അനുവായി? ചാച്ച ചോദിച്ചു. രുദ്ര എങ്ങനെ അനുവായി എന്ന് അവൾ പറഞ്ഞു തുടങ്ങി. രുദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ രുദ്രയ്ക്ക് എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. റോഡിലൂടെ എങ്ങോട്ട് എന്നില്ലാതെ നടന്നു. കുറച്ചു ദൂരം നടന്നതും മുന്നിലേക്കൊരു കാറ് വന്നു നിന്നു.
രുദ്ര പേടിച്ച് രണ്ടടി പുറകിലേക്ക് വെച്ചു. കാറിൽ നിന്നിറങ്ങുന്ന ലത്തീഫിനെ കണ്ട് രുദ്ര പേടിച്ച് അയാളെ നോക്കി. അയാൾ രുദ്രയുടെ അടുത്തേക്ക് വന്നു നിന്നു. ആ, മരുമകൾ എന്താ രാത്രി ഇവിടെ? അതോ ഒറ്റയ്ക്ക്? നിന്നെ എൻ്റെ മകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? അതോ വേറെ വല്ല പണിക്ക് വന്നതാണോ? പരിഹാസത്തോടെ അയാൾ ചോദിച്ചു. രുദ്ര ദേഷ്യത്തോടെ അയാളെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ, ഉപ്പ പേടിച്ചു പോകും. നീ എന്താടി ഈ നേരത്തെ ഇവിടെ? എൻ്റെ മകന് നിന്നെ മടുത്തോ? പുച്ഛത്തോടെ ലത്തീഫ് ചോദിച്ചു. രുദ്ര അതിന് മറുപടിയൊന്നും കൊടുക്കാതെ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞതും അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. രുദ്ര അയാളിൽ നിന്ന് കൈ വലിച്ചെടുക്കാൻ നോക്കി. പക്ഷേ കഴിഞ്ഞില്ല. രുദ്രയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. മെയിൻ റോഡല്ലാത്തത് കൊണ്ട് ഒറ്റ മനുഷ്യക്കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആ നേരം. ആ, അങ്ങനെ പോകല്ല മോളെ എന്ന് പറഞ്ഞ് അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ കല്യാണി, നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, ഒരുത്തിയെ ഇല്ലാതാക്കണമെന്ന്? അവളിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അയാൾ രുദ്രയെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഫോണിൽ പറഞ്ഞു. രുദ്ര ഞെട്ടലോടെ അയാളെ നോക്കി. തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് രുദ്രയ്ക്ക് തോന്നി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷത്തെ രുദ്ര ശപിച്ചു. നീ മറന്നോ? എൻ്റെ മകൻ്റെ ഭാര്യ തന്നെ രുദ്ര. നീ പറ, എന്താ ചെയ്യണ്ടേ? തീർക്കട്ടെ? ലത്തീഫ് അവളോടായി ചോദിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ വരാം. അയാൾ അത് പറഞ്ഞ് ഫോൺ വെച്ചു. രുദ്രയുടെ രണ്ട് കൈ പുറകിലേക്ക് തിരിച്ച് അവളുടെ ഷോള് വലിച്ചൂരി രണ്ട് കൈ മുറുക്കെ കെട്ടിവെച്ചു. രുദ്ര വേദന കൊണ്ട് കരഞ്ഞു. അയാൾ രുദ്രയെ പൊക്കിയെടുത്ത് ഡിക്കിയിലേക്കിട്ടു. എന്നിട്ട് കാറിൽ കയറി അവിടെ നിന്നും പോയി. കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ ഒരു കുഞ്ഞു വീടിന്റെ മുന്നിൽ അയാൾ കാറ് കൊണ്ടുവന്ന് നിർത്തി. കാറിൽ നിന്നിറങ്ങി ഡിക്കി തുറന്നു. രുദ്ര അപ്പോഴേക്കും ബോധരഹിതയായിരുന്നു. ലത്തീഫ് രുദ്രയെ പൊക്കിയെടുത്ത് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി. രുദ്ര അപ്പോഴേക്കും മെല്ലെ കണ്ണു തുറന്നു. അവളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുവാണ്. അവൾ ചുറ്റും പേടിയോടെ നോക്കി. എവിടെയാണ് താനെന്ന് രുദ്രയ്ക്കൊരെത്തും പിടിയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കുറച്ചാളുകൾ രുദ്രയുടെ അടുത്തേക്ക് വന്നത്. ലത്തീഫും കല്യാണിയും പിന്നെ ഗുണ്ട എന്ന് തോന്നിക്കുന്ന കുറച്ച് ചേട്ടന്മാരും. രുദ്ര എല്ലാവരെയും പേടിയോടെ നോക്കി. കല്യാണി ചിരിയോടെ രുദ്രയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് രുദ്രയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് രുദ്ര സംശയത്തോടെ കല്യാണിയെ നോക്കി. അടുത്ത നിമിഷം തന്നെ കല്യാണിയുടെ കൈ രുദ്രയുടെ കവിളിൽ പതിഞ്ഞു. രുദ്ര കവിളിൽ കൈവച്ച് ഞെട്ടലോടെ കല്യാണിയെ നോക്കി. ഇതെന്തിനാണെന്ന് അറിയോ നിനക്ക്? ഞാൻ സ്നേഹിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് നീ കയറി വന്നതിന്. ഈ കല്യാണിക്ക് ഇഷ്ടമല്ല ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ മറ്റൊരാൾ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെ അവനെ കൂടുതൽ സ്നേഹിക്കുന്നവരെയെല്ലാം ഈ കല്യാണി ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതാവാൻ പോകുന്ന രണ്ടാമത്തെ ആളാണ് നീ, രുദ്ര യാദവി ആദം മാലിക്. അതിനൊന്നും ഇതുവരെ ഒരു തെളിവ് പോലുമില്ല. അതുപോലെ ഇന്ന് നീയും ഇല്ലാതെയാവും. പക്ഷേ നിന്റെ മരണം ഇവിടെയല്ല, അങ്ങ് കൊൽക്കത്തയിലാണ്. ഇനിയിപ്പോ ഭാര്യ പോയ ദുഃഖത്തിൽ മാലിക്കിന് പെണ്ണ് കെട്ടില്ല എന്ന് വരും. പക്ഷേ എന്നേക്കാൾ അവനെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ വേണ്ട. അത് എൻ്റെ ഭാഷയാ, ഈ കല്യാണിയുടെ ഭാഷ. കല്യാണി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. രുദ്ര നന്നായി പേടിച്ചിരുന്നു, അവളുടെ നോട്ടത്തിലും വാക്കിലും. കല്യാണി രുദ്രയെ നോക്കി പുച്ഛത്തിൽ ലത്തീഫിന്റെ നേരെ തിരിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാനൊരു കാര്യം പറഞ്ഞു വൈകിയാണെങ്കിലും നിങ്ങളത് നിറവേറ്റി തന്നല്ലോ. താങ്ക് യു. ഇതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം ഒഴിച്ച് എന്തും ചോദിച്ചോ, തരാം. വശമായ ചിരിയോടെ കല്യാണി പറഞ്ഞു. എനിക്ക് മനസ്സമാധാനം വേണം. ഇനി നീയും നിന്റെ അമ്മയും എന്നെ വിളിക്കരുത്. സഹായിക്കുമെന്നതിന് അപ്പുറം ഞാൻ നിന്നെ സഹായിച്ചു. ഇനി എന്നെ വെറുതെ വിടണം. വേണേൽ നിന്റെ കാല് പിടിക്കാം ഞാൻ, ലത്തീഫ് തൊഴുതുകൊണ്ട് പറഞ്ഞു. കല്യാണി ചിരിയോടെ അയാളെ നോക്കി. എന്നിട്ട് ഫോൺ എടുത്ത് അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. കളഞ്ഞു. ഇനി താനായി ഒരു ബന്ധവുമില്ല, ബുദ്ധിമുട്ടിക്കില്ല. താൻ ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം ബിഗ് താങ്ക്സ്. കല്യാണി ലത്തീഫിനെ കൈ കൊടുത്തു പറഞ്ഞു. അയാൾ ചിരിയോടെ അവളെ നോക്കി. ഓക്കെ, അപ്പോൾ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ഗുഡ് ബൈ. ലത്തീഫ് അത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയി. കല്യാണി തിരിച്ച് രുദ്രയുടെ അടുത്തേക്ക് വന്നു. ഇനി കൂടിപ്പോയാൽ 7 ദിവസം കൂടിയുണ്ട് നിനക്ക് ആയുസ്. അപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകുമല്ലേ? നിനക്ക് ട്രീറ്റ് അവിടെയാ. നിന്നെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകാനുള്ള ചേട്ടന്മാരാണ് ഇവരൊക്കെ, കല്യാണി ചിരിയോടെ പറഞ്ഞു. ആ ചിരി പോലും രുദ്രയെ ഭയപ്പെടുത്തി. അപ്പോൾ ബാക്കിയെല്ലാം കൊൽക്കത്തയിൽ ചെന്നിട്ട് അപ്പോൾ ഗുഡ് ബൈ ബേബി. ഇവർ നിന്നെ കൊൽക്കത്തയിൽ എത്തിക്കും. ഹാപ്പി ആയിരിക്കും. രുദ്രയുടെ കവളിലൊന്ന് തട്ടി കല്യാണി ആ ചേട്ടന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ പുറത്തേക്കിറങ്ങി കാറെടുത്ത് അവിടെ നിന്നും കല്യാണി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ചേട്ടന്മാരെല്ലാം രുദ്രയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചുവിട്ട് രുദ്രയെ കൊണ്ട് പുറത്തേക്കിറങ്ങി.
അവിടെ പോകാനുള്ള കാർ റെഡിയായിരുന്നു. രുദ്രയെ അവർ കാറിൽ കയറ്റിയിരുത്തി. കാറിൽ രുദ്രയെ കൂടാതെ 2 സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു. സമയം ഒട്ടും കളയാതെ തന്നെ അവർ കൊൽക്കത്തയിലേക്കുള്ള യാത്ര തുടർന്നു. 7 ദിവസങ്ങൾക്ക് ശേഷം 3 ദിവസത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് അവർ കൊൽക്കത്തയിലെത്തിയത്. രുദ്ര രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അവർ രുദ്രയായി ആ വലിയ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് രുദ്രയെ ഒരു മൂലയിൽ കൊണ്ട് ചെന്നിരുത്തി അവിടെ കെട്ടിയിട്ടു. കരയാൻ മാത്രമേ രുദ്രയ്ക്ക് കഴിഞ്ഞുള്ളൂ.